Hey, hello, welcome back to my channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ജെയ്സിലെ വൺ ഓഫ് ദി ഹുക്ക് ആയിട്ടുള്ള യൂസ് റെഫ് ഹുക്ക് ആണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഹുക്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്ക് കവർ ചെയ്തു, അതേപോലെ യൂസ് എഫക്ട് ഹുക്ക്, യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്, ദെൻ യൂസ് റെഡ്യൂസർ ഹുക്ക് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോസ്. യൂസ് റെഡ്യൂസർ ഹുക്കിന്റെ ഒരു സിമ്പിൾ സ്റ്റേറ്റ് വെച്ചിട്ടും കോംപ്ലക്സ് സ്റ്റേറ്റ് വെച്ചിട്ടും എങ്ങനെ നമുക്ക് യൂസ് റെഡ്യൂസർ ഹുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ സീരീസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. And today we are going to discuss about use ref hook in React.js. So it's one of the important hook in React.js. So നമുക്ക് നമ്മളുടെ ട്യൂട്ടോറിയലിലോട്ട് പോയാലോ? So let's start. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ എന്താണ് യൂസ് റെഫ് ഹുക്ക്? ആദ്യം തന്നെ നമ്മൾ യൂസ് റെഫ് ഹുക്ക് ആണ് പഠിക്കുന്നതെന്ന് അറിയുമ്പോൾ എന്താണ് യൂസ് റെഫ് ഹുക്ക് എന്ന് നമുക്കറിയണം. യൂസ് റെഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഹുക്കാണ്. ഹുക്സ് എന്ന് പറയുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്, നമ്മൾ ഫങ്ഷണൽ കമ്പോണൻസിലാണ് ഹുക്സ് യൂസ് ചെയ്യുന്നത്. സോ യൂസ് റെഫ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഹുക്ക്. ഓക്കെ, നമ്മൾ യൂസ് സ്റ്റേറ്റ് യൂസ് എഫക്റ്റ് ഒക്കെ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിൽ താഴോട്ട് വരുമ്പോൾ യൂസ് റെഫ് ഹുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തിനാണ് യൂസ് റെഫ് ഹുക്ക് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കതിന്റെ മൾട്ടിപ്പിൾ യൂസ് കേസസ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാടില്ല, എങ്കിലും അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് എന്തിനാണ് നമ്മൾ യൂസ് റെഫ് ഹുക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് യൂസ് റെഫ് ഹുക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഡോമിലുള്ള നോട്ട്സിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് റെഫ് ഹുക്ക് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മളുടെ ഡോം എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ, നമ്മളുടെ ഡോക്യുമെന്റ്, ആ ഒരു ഡോക്യുമെന്റിലുള്ള നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മളുടെ ഓരോ എലമെന്റ്സ്, അതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് റെഫ് ഹുക്കിന്റെ സഹായം ചോദിക്കാവുന്നതാണ്. സോ യൂസ് റെഫ് ഹുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിന് ഒരു ഡയറക്ട്ലി ആക്സസ് നോട്ട്സിന്റെ ഡയറക്ട്ലി ആക്സസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അതേപോലെ ടു പെർസിസ്റ്റ് വാല്യൂസ് ബിറ്റ്വീൻ റീറെൻഡേഴ്സ്, അതൊക്കെയാണ് നമ്മുടെ യൂസ് റെഫിന്റെ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് പെർസിസ്റ്റ് വാല്യൂസ് ബിറ്റ്വീൻ റീറെൻഡേഴ്സ്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ റെൻഡർ ആവുമ്പോൾ നമ്മൾ യൂസ് റെഫ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂസിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു സംതിങ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് റെഫ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആ ഒരു റെൻഡറിങ് ബാധിക്കുന്നതല്ല. നമ്മളത് റെൻഡർ ചെയ്യുന്ന ടൈമിൽ, അതായത് അത് അപ്ഡേറ്റ് ആവുന്ന ടൈമിൽ ആ ഒരു വാല്യൂവിന് പ്രത്യേകതരം ഒരു ചേഞ്ചസും സംഭവിക്കുന്നില്ല. സോ അങ്ങനെയുള്ള വാല്യൂസിനെ, പെർസിസ്റ്റ് ചെയ്യുന്ന വാല്യൂസിനെ നമുക്ക് റീറെൻഡർ. സോ അതെന്ന് പറയുന്നത് നമുക്ക് എന്താവുന്നില്ല, റീഇനിഷ്യലൈസും ആവുന്നില്ല, അപ്ഡേറ്റ് ആവുന്നില്ല, ഒരു ചേഞ്ചസും വരുന്നില്ല. അങ്ങനെയുള്ള വാല്യൂസിന് നമുക്ക് യൂസ് റെഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് റെഫ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല, അതിന്റെ ആ ഒരു റീറെൻഡറിങ് നടന്നാലും അവിടുത്തെ നമ്മളുടെ വാല്യൂവിനെ അത് അഫക്റ്റ് ചെയ്യാതെ ആയിരിക്കും അത് റീറെൻഡറിങ് നടക്കുന്നത്. എപ്പോഴും റീറെൻഡറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ റെൻഡറിങ് ഈച്ച് ടൈം, ഓരോ ടൈമിലും അത് റെൻഡർ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെ അഫക്റ്റ് ചെയ്യാതെ അത് എവിടാണോ അപ്ഡേറ്റ് സംഭവിക്കേണ്ടത് അവിടെ മാത്രം അപ്ഡേറ്റ് സംഭവിച്ചു പോകുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടും ചില ആളുകൾക്ക് കത്തി കാണത്തില്ല. അതായത് ചിലയിടത്ത് ശരിയാവും, ചിലയിടത്തും ശരിയാവത്തില്ല എന്ന് പറയുന്ന പോലെ ചിലവർക്ക് മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാവാത്തത് ഒരു കുറ്റമാണോ? ഒരിക്കലും അല്ല. അപ്പൊ നമുക്ക് ഒന്നും കൂടെ അതിനൊന്ന് ഒരു സമ്മറൈസ് ചെയ്ത് പറയാം. ക്യാൻ ആക്സസ് ഡോം നോട്ട്സ് ഡയറക്ട്ലി വിത്തിൻ ഫങ്ഷണൽ കമ്പോണന്റ്, അതൊരു നമ്മളുടെ ഡെഫിനിഷൻ ആണെന്ന് പറയാം, ഡോമിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നതിനെ. ആൻഡ് ഇറ്റ് പെർസിസ്റ്റ് വാല്യൂസ് ബിറ്റ്വീൻ റീറെൻഡേഴ്സ്, പെർസിസ്റ്റ് വാല്യൂസ് ബിറ്റ്വീൻ റീറെൻഡേഴ്സ്, നോട്ട് ദ സ്റ്റേറ്റ്മെന്റ് പെർസിസ്റ്റ് വാല്യൂസ് ബിറ്റ്വീൻ റീറെൻഡേഴ്സ്. അത് എസ്പെഷ്യലി എവിടെയാണ് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ചാല്, നമുക്ക് ഓരോ പ്രാവശ്യവും റെൻഡർ ചെയ്യുമ്പോൾ ട്രിഗർ ചെയ്യാത്ത ഒരു ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണം എന്നൊരു നമുക്കൊരു റിക്വയർമെന്റ് ഉണ്ട്, ഒരു ആവശ്യമുണ്ട് എന്നിരിക്കെ നമുക്ക് യൂസ് റെഫ് ഹുക്കിന്റെ സഹായം തേടാവുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഒരു കമ്പോണന്റ് കാണും, ഓരോ അപ്ഡേറ്റിലും അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പോണന്റ് നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കുക. പക്ഷേ
റീറെൻഡർ ആകണ്ട എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യൂസ് റെഫിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ യൂസ് റെഫ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു അൺനെസസറി റെൻഡേഴ്സ് ഇല്ലാതെ തന്നെ നമ്മളുടെ വാല്യൂസിന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. പോകാം, എവിടെയാണ് യൂസ് റെഫ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് റെഫ് യൂസ് ചെയ്യുന്നതിലോട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് എന്താണ്, നമുക്ക് അതിനെ ഇമ്പോർട്ട് ചെയ്യണം അല്ലെ. യൂസ് റെഫിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ യൂസ് റെഫിനെ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. ദെൻ ഇമ്പോർട്ട് ചെയ്ത് യൂസ് റെഫിനെ നമുക്ക് ഇനി യൂസ് ചെയ്യണം. സോ എങ്ങനെ യൂസ് ചെയ്യാം, നമ്മൾ ഒരു ഇൻപുട്ട് ഫീൽഡിനെ നമ്മൾ ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് നമ്മളിപ്പോ ഒരു എന്താണ് ഫോമോ കാര്യങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഇൻപുട്ട് ഫീൽഡ് ഫോക്കസ് ആയിട്ടിരിക്കണം എന്നാണ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ യൂസ് റെഫ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, ആ ഒരു ഇൻപുട്ട് ഫീൽഡിന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു നമ്മളുടെ നോഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് മുന്നേ ആയിട്ട് ആദ്യം നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഞാനിവിടെ ഇൻപുട്ട് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻപുട്ട് റെഫ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇൻപുട്ട് റെഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ആ വേരിയബിളിനകത്തോട്ട് നമ്മൾ യൂസ് റെഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ യൂസ് റെഫ് വിളിച്ചിട്ട് അതിന്റെ ബ്രാക്കറ്റ്സിനകത്ത് എന്ത് പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഇനിഷ്യൽ വാല്യൂ പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മളിപ്പം തൽക്കാലം ഇനിഷ്യൽ വാല്യൂസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ബ്രാക്കറ്റ്സിൽ ഇനിഷ്യൽ വാല്യൂസ് കൊടുക്കാവുന്നതാണ്. തൽക്കാലം ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് എം ടി ആയിട്ട് തന്നെ ഇടുവാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ഇൻപുട്ട് ഫീൽഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് യൂസ് റെഫ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കൊരു ഇൻപുട്ട് ഫീൽഡ് വേണം അല്ലെ. സോ ഒരു ഇൻപുട്ട് ഫീൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ഫീൽഡ്, ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ടെക്സ്റ്റ് ഫീൽഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആണ്, അത് ഫോക്കസ് ആവുന്നതൊന്നും ഇല്ല. സോ അത് നമുക്ക് യൂസ് റെഫ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫോക്കസ് ചെയ്യാം നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏത് എലമെന്റ് ആണോ അല്ലെങ്കിൽ ഏത് നോഡാണോ ഫോക്കസ് ചെയ്യേണ്ടുള്ളത് ആ നോഡിൽ നമ്മൾ ഒരു സംഭവം ചെയ്യാം. നമുക്കിപ്പോ ഇവിടെ ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ട്, ആ ഒരു ഇൻപുട്ട് ഫീൽഡിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആ ഇൻപുട്ട് ഫീൽഡിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന യൂസ് റെഫ് യൂസ് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താണ് ആട്രിബ്യൂട്ട് പോലെ ഒരു സംഭവം ഉണ്ട്, അതാണ് റെഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻപുട്ട് ഫീൽഡിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ റെഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ എന്താണ് നമ്മളുടെ വാല്യൂവിനെ ഈ ഒരു വേരിയബിളിനെ നമുക്ക് ഇവിടെ റെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. റെഫ് എന്ന് തന്നെ കൊടുക്കാം. അപ്പം റെഫ് ഈക്വൽ ടു നമുക്ക് കേളി ബ്രേസസിനകത്ത് എന്ത് പറഞ്ഞു കൊടുക്കാം, ഈ ഒരു ഇൻപുട്ട് റെഫിനെ പറഞ്ഞു കൊടുക്കാം. സോ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റെഫിന് നമ്മൾ നമ്മളുടെ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിനകത്തോട്ടാണ് അതിനെ എടുത്തു വെക്കുന്നത്. സോ ആ ഒരു ഇൻപുട്ട് ഫീൽഡിനെ അതിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മളുടെ ഇൻപുട്ട് ഫീൽഡിൽ തന്നെ നമ്മളുടെ ആ ഒരു ഇൻപുട്ട് വേരിയബിൾ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇൻപുട്ട് റെഫ് എന്നാണ്. സോ ഇൻപുട്ട് റെഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ നമ്മൾ അപ്പൊ മനസ്സിലാവുകയാണ് ഈ റെഫ് ആട്രിബ്യൂട്ട് റെഫ് വിളിച്ചിട്ട് ഒരു ക്ലാസ്. ഓക്കെ, ലോസ് ഗെറ്റിംഗ് എ റെഫ് ടു ദ കമ്പോണന്റ് ഇൻസ്റ്റന്റ് വൺസ് എ കമ്പോണന്റ്, അത് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഈ ഒരു റെഫ് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബ്രൗസറിന് മനസ്സിലാകും നമ്മൾ ഇൻപുട്ട് ഫീൽഡിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന്. ഓക്കെ, സോറി, നമ്മൾ സ്പേസ് തന്നെ പോയിട്ടോ, അതാണ് എന്താ പറ്റി, കുറച്ച് ലൈൻ അധികം പോയി. കൺട്രോൾ ഇസഡ് അടിച്ചാൽ പോരായിരുന്നോ? ഓക്കെ, സോ ഇൻപുട്ട് റെഫിനെ നമ്മൾ കൊടുത്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ യൂസ് റെഫിനെ ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് യൂസ് റെഫിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ മ്യൂട്ടബിൾ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുവാണെന്നാണ് ഇതിന് പറയുന്നത്. മ്യൂട്ടബിൾ റെഫ് ഒബ്ജക്ട്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് മ്യൂട്ടബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ റീറെൻഡറിനെ ബാധിക്കാത്ത വാല്യൂസിനെ ഒബ്ജക്ട്സിനെയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഏത് നോഡിനാണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ നോഡിൽ നമ്മളുടെ റെഫ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു വേരിയബിളിനെ കോൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ ഒരു ഇൻപുട്ട് ഫീൽഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്ക് ഒരു ഫംഗ്ഷൻ വേണം, ഫോക്കസ് ഫംഗ്ഷൻ വേണം. സോ കോൺസ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫോക്കസ് ഇൻപുട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ. ഫോക്കസ് ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് രണ്ടും ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ആരോ ഫംഗ്ഷൻ ആണ് നമ്മൾ റിയാക്റ്റിൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അതായത് ആരോ ഫംഗ്ഷൻ അറിയാമല്ലോ, നമ്മളൊരു പ്രിസൈസ് വേ ആണ് നമ്മളെ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മോസ്റ്റ് ഓഫ് ദി ഇറേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എപ്പോഴും ആരോ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, ഫംഗ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഈ ഒരു ഇൻപുട്ട് റെഫ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? റെഫ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ നമ്മുടെ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിലാണ് ഇരിക്കുന്നത്. സോ ആ ഒരു ഇൻപുട്ട് ഫീൽഡിൽ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് പറയാം? ഇൻപുട്ട് നമ്മളുടെ ഇൻപുട്ട് റെഫ് ഡോട്ട് കറണ്ട്. സോ കറണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ റെഫ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ നമുക്ക് റെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് ഉണ്ടല്ലോ, ഹുക്കിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് കറണ്ട് എന്ന് പറയുന്നത്. സോ കറണ്ട് എന്ന് തന്നെ കൊടുക്കുക. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാല് നമ്മളുടെ ആ ഒരു ഈ ഒരു കറണ്ട് പ്രോപ്പർട്ടി, അതായത് കറന്റ്ലി അതിന്റെ ആ ഒരു വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കൊടുത്ത ആ ഒരു ഇൻപുട്ട് ഫീൽഡ് ആണ് നമ്മളുടെ എന്താണ് റഫ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഏത് ഫീൽഡിലാണോ കൊടുത്തത് അതാണ് നമ്മളുടെ റഫിന്റെ കറണ്ട് ആയിട്ടുള്ള ഒരു എന്തെന്ന് പറയുന്നത്, അതിന്റെ ഒരു കറണ്ട് വാല്യൂ എന്നൊക്കെ പറയുന്നത്. സോ ഈ നമ്മളുടെ ഇൻപുട്ടിനെയാണ് ഇവിടെ ഇത് ചെയ്യാൻ പോകുന്നത്, കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ വെച്ചിട്ട്. സോ കറണ്ട് ഡോട്ട് ഫോക്കസ് വിളിക്കുമ്പോഴത്തേക്ക് ഈ കറണ്ടിനകത്ത് എന്ത് കിട്ടുന്നു? നമ്മളുടെ ഇത് ക്ലോസ് ചെയ്യാം. കറണ്ടിനകത്ത് നമ്മളുടെ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ആൻഡ് ഡോട്ട് ഫോക്കസ്, ഫോക്കസ് പറഞ്ഞിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യണം? നമുക്ക് ആക്സസ്. സോ എങ്ങനെ ചെയ്യണം? നമുക്ക് ഇതിന് ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണ്ടേ? സോ ഞാനിവിടെ ഒരു ബട്ടൺ വെച്ചിട്ടാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഫോക്കസ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ആ ബട്ടൺ നെയിം കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഓൺ ക്ലിക്ക് ഇൻപുട്ട് ബട്ടന്റെ ഓൺ ക്ലിക്കിനകത്ത് നമുക്ക് നമ്മളുടെ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാവുന്നതാണ്. സോ ഫംഗ്ഷൻ നെയിം എന്താണ്? ഫോക്കസ് എന്നാണ് ഫംഗ്ഷന്റെ നെയിം എന്ന് പറയുന്നത്. സോ സേവ് ചെയ്തു. സേവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻപുട്ട് ഫീൽഡ് കാണാൻ പറ്റി. ആൻഡ് കറന്റ്ലി ഇത് ഫോക്കസ് ഒന്നും അല്ല. സോ നമ്മൾ കറണ്ട് ഫോക്കസ് ഇൻപുട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് എന്താകുന്നു? ഫോക്കസ് ആകുന്നു. സോ ഇവിടെ നമ്മൾ യൂസർ എഫ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു റഫ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി എന്നൊക്കെ പറയാം, പ്രോപ്പർട്ടി നമ്മളുടെ ഈ ഒരു നമ്മളുടെ ഹുക്ക് യൂസ് റഫ് ഹുക്കിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഈ ഒരു റഫും കറണ്ടും എന്നൊക്കെ പറയുന്നത്. ഈ ഒരു റഫില് എവിടാണോ ഏത് നോഡിലാണോ കൊടുത്തത് ആ നോഡായിരിക്കും കറണ്ട് വിളിക്കുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിലോ, ഇപ്പൊ നമ്മൾ ഫോക്കസ് ആണ് കൊടുത്തത്, അങ്ങനെ പല രീതിയിലും നമുക്ക് ഓരോന്ന് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ആ ഒരു ഇൻപുട്ട് ഫീൽഡിന്റെ വാല്യൂ ബൈ ഡീഫോൾട്ട് ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം എന്നാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഡോട്ട് വാല്യൂ വിളിച്ച് ഹലോ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു നമുക്ക് ഇതിന് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ ഇവിടെ എന്താകും? ഹലോ എന്ന് വരും. ഓക്കെ, അപ്പം ഈ ഒരു ഫോക്കസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ക്ലിക്കിൽ വെച്ചേക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് വന്നത്. അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ യൂസർ ഹുക്ക് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇങ്ങനത്തെ വാല്യൂസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യത്തില്ല, മ്യൂട്ടബിൾ ആയിരിക്കും. അതായത് നമുക്ക് ഒരു റെൻഡറിങ്ങിൽ നമ്മളുടെ കമ്പോണൻസ് റെൻഡർ ആകുന്ന ടൈമിൽ ഈ ഒരു ഡേറ്റാസിന് അല്ലെങ്കിൽ വാല്യൂസിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരുന്നില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും. നോ നീഡ് ടു അൺനെസസറി ആയിട്ടുള്ള റെൻഡറിങ്ങിന് പോവേണ്ട കാര്യമില്ല. ഇതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബട്ടൺ ക്ലിക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഓരോ ഫംഗ്ഷനിങ്ങും നടക്കുന്നത്. നേരത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഫീൽഡ് ഫോക്കസ് ആയി. ഇപ്പൊ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ അതിനൊരു ഡയറക്റ്റ്ലി ഒരു വാല്യൂ വന്നിട്ട് നമ്മളുടെ ഇൻപുട്ട് ഫീൽഡിൽ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് ഫസ്റ്റ് റിഫ്രഷിൽ തന്നെ വരണമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? ഇതിന്റെ കൂട്ടത്തിൽ
പറഞ്ഞോ. നിങ്ങൾ ഇതേവരെ ഹുക്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ കമ്പോണന്റ് റെൻഡർ ആകുമ്പോൾ തന്നെ ആദ്യം എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ നമ്മൾ ഏത് ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാത്തവരാണെങ്കിൽ നമ്മളുടെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് എഫക്റ്റ് ഹുക്ക് യൂസ് ചെയ്യാം. യൂസ് എഫക്റ്റ് ഹുക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സംഭവം നടക്കുന്നതാണ് ബട്ടൺ ക്ലിക്കിന്റെ ഹെൽപ്പ് ഇല്ലാതോട് കൂടി. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസർ ഓഫ് ഹുക്കിനെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹെലോ എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ആകുന്നതും അല്ലെങ്കിൽ നമ്മളെ ഇൻപുട്ട് ഫീൽഡ് ഫോക്കസ് ആകുന്നു. സോ ഇന്നത്തെ ആ ഒരു ഹോംവർക്ക് ഇതാണ്. സോ ഇത് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എപ്പോ വേണമെങ്കിലും ഞാൻ അത് ക്ലിയർ ചെയ്ത് തരും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ സോറി, 2-3 ദിവസമായി റിയാക്ഷൻ്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ കണ്ടിന്യൂസ് സീരീസിന്റെ കുറച്ചധികം ദിവസമായിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മനസ്സിലായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.